ഇങ്ങനെയാണോ കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള നല്ല പ്ലേയേഴ്സിനെ ഈ രീതിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 കിട്ടുമോ? ഇതെന്റെ ചോദ്യമല്ല. പല ആളുകളും ഈ ഒരു കമന്റ് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, നമ്മളോടും ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ്. കാരണം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് പല ആളുകളും കഷ്ടപ്പെട്ട് പല ഇന്റർവ്യൂസും പല റൗണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലാസ്റ്റ് 40 എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം അഗ്നിപരീക്ഷയിൽ എന്താണ് നടക്കുന്നത്, ലൈവിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല, പ്രേക്ഷകരായിട്ടുള്ള നമുക്കറിയില്ല. നമ്മൾ കാണുന്നത് ഒരു മണിക്കൂറിന്റെ ആ ഒരു എപ്പിസോഡ് മാത്രമാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് പ്രേക്ഷകരും പല ആളുകളും ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ കാണുന്നത് ഓരോ ടാസ്കുകൾ ചെയ്യുന്നു. ആ ടാസ്കുകളിൽ ചിലപ്പോൾ ജഡ്ജസ് ആയിട്ടുള്ള സംസാരത്തിൽ ജഡ്ജസിന് ചില ഈഗോ കാരണം ചില ആൾക്കാർ നീ ഒന്നും മിണ്ടണ്ട പോയിരിക്കും, പെട്ടെന്ന് ഡയറക്റ്റ് ഔട്ട് ഹൗസ്. ചില സാഹചര്യങ്ങളിൽ രഞ്ജിനി പറയുന്നത് കേൾക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ പല ടീമുകളായിട്ട് തിരിക്കുന്നു. ആ ടീമുകളിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം അവർ ഡേഞ്ചർ സോണിലേക്ക് വരുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നോക്കുകയാണെങ്കിൽ ആ ടീമിലെ അംഗങ്ങൾ തന്നെയാണ് ഇതിൽ ആരാണ് വീക്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ടായിരിക്കാം, ഈഗോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു ബെറ്റർ പ്ലെയർ ആണ്, അവർ പുറത്തു പോകട്ടെ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ബിഗ് ബോസ് ഷോയിനകത്താണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ബിഗ് ബോസ് ഷോയിനകത്തേക്ക് നല്ലൊരു മത്സരാർത്ഥിയാണ് കടത്തിവിടേണ്ടത്. കോമണേഴ്സിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ അറിയാവുന്ന നല്ലൊരു വ്യക്തിത്വമാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സെലക്ഷൻ കാണുമ്പോൾ എന്തായാലും പല ആളുകൾക്കും തോന്നുന്നുണ്ടാവും, ഇതുവഴി നല്ല കണ്ടസ്റ്റൻസ് പുറത്തു പോവുകയും അർഹതയില്ലാത്ത കുറെ ആളുകൾ, ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ ഒരാളോ, എത്ര കോമണേഴ്സിനെയാണ് ഇവർ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് പുറത്തു പോകുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതില് അഖിൽമാരാരും രഞ്ജിനിയും റിയാസും മാത്രമല്ല ഇടപെടുന്നത്. കാരണം അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, അത് ബിഗ് ബോസിന്റെ ഒരു ഇൻസ്ട്രക്ഷന്റെ ഫലം. ഇതിന്റെ പിന്നിൽ ഒരു ബിഗ് ബോസ് ടീം ഇരിക്കുന്നുണ്ട്. അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കണം ഇവര് അഗ്രസീവ് ആവുന്നതും അതിന്റെ മറുപടി എങ്ങനെയാണ് കിട്ടുന്നത്, ആരൊക്കെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരണ ശേഷിയുള്ള മത്സരാർത്ഥികൾ ആരാണെന്ന് സെലക്ട് ചെയ്യുന്നു, ടാസ്കുകൾ കൊടുക്കുന്നു, അതിൽ ആരൊക്കെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ കാൽക്കുലേഷൻ നടക്കുന്നുണ്ടായിരിക്കാം. അതുകൂടാതെ ഈ ടീം സെലക്ഷനിൽ നമ്മൾ എപ്പിസോഡിൽ കാണുന്ന പോലെ ആയിരിക്കും ഒരുപക്ഷെ അവർ ടീം സെലക്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ റീഅറേഞ്ച്മെന്റ്സോ എന്തെങ്കിലും അവർ ഇരുത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടൊരു പ്ലാനിങ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പോ മത്സരാർത്ഥികളോട് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വീക്ക് കണ്ടസ്റ്റന്റ് സെലക്ട് ചെയ്യൂ എന്ന് ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് വന്നിട്ടുണ്ടോ, ഇവരുടെ ഈ ബിഗ് ബോസ് ടീം നോക്കുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയും അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റും ഇവര് ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു 8 സീസൺ ആയല്ലോ, ഓൾറെഡി ഒരു 7 സീസൺ ആയി. അവർക്ക് കണ്ടാലും അവരുടെ സംസാരത്തിൽ നിന്നും ബിഹേവിയറിൽ നിന്നൊക്കെ അറിയാൻ പറ്റും ആരെ കയറ്റി വിടണം എന്നുള്ളത്. അപ്പോ ആ ഒരു രീതിയിലായിരിക്കും ഇവർ ടാസ്കുകൾ സെറ്റ് ചെയ്യുന്നതും റെനീഷയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും ടീമിനെ വിളിക്കുന്നതും. എന്തോ അതില് ഇവർ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ആ ടീമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എന്തോ ഇന്റേണലി കളിക്കുന്നുണ്ടായിരിക്കാം. അതല്ല ഇത് നമ്മൾ കാണുന്ന പോലെ തന്നെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലും ഇതിൽ അർഹതപ്പെട്ട കണ്ടസ്റ്റൻസ് ആയിരിക്കില്ല ചിലപ്പോൾ ബിഗ് ബോസ് 8 പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു നിരീക്ഷണവും അഭിപ്രായം പറയും. കൂടുതൽ അപ്ഡേറ്റുകൾ അപ്പോൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. താങ്ക് യു.